ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കണം. ആൻഡ് ആ ട്രീ ഹൗസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. സോ ഞാൻ വിചാരിച്ചു ആ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്യാമെന്ന്. അപ്പോൾ അത്യാവശ്യം വലിയതായിട്ടാണ് ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സോ ഒരുപാട് ഗ്രൈൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും നമ്മുടെ വീടിലേക്ക് പോവാം. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ടത് കുറച്ച് ഓക്കിൻ്റെ വുഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓക്കിൻ്റെ വുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് നമുക്ക് ചെറിയൊരു കാടുണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു കാട് കാണാൻ സാധിക്കും. അവിടെയാണ് ഞാൻ എപ്പോഴും വുഡ് എടുക്കാനായിട്ട് പോകുന്നത്. സോ ഇത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായ വുഡ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കാം. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട്, അതായത് നാളെ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ട്രീ ഹൗസിൻ്റെ ബിൽഡ് ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിൽഡിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെസ്റ്റിനകത്ത് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു സ്റ്റാക്ക് ഓക്കിൻ്റെ വുഡാണ് എടുത്തിരിക്കുന്നത് മീൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റാക്ക് വുഡ് നമുക്ക് എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓക്ക് ലോഗായിട്ടുണ്ട്. സോ ഇനി ഇതുപോലെ കുറേ നിറയ്ക്കാനുണ്ട്. ഇനി നമുക്ക് കുറേ സ്പ്രൂസിൻ്റെ വുഡ് ആവശ്യമുണ്ട്, സ്പ്രൂസ് വുഡിൻ്റെ ആവശ്യമുണ്ട്. സോ ഇതെവിടെ ഞാൻ കുറച്ച് നട്ടത് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെട്ടിയെടുക്കാം. ആൻഡ് ഇത് വളരുന്നതിനനുസരിച്ച് നടുന്നതിനനുസരിച്ച് വെട്ടണം, എന്നാലേ കുറേ കിട്ടുള്ളൂ. കുറേ സാധനങ്ങൾ നമുക്ക് ഈ സ്പ്രൂസിൻ്റെ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വുഡും കുറേ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലിരുന്നതും എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ട്. ആദ്യം തന്നെ ഒരു ഓക്ക് ഡോറ്, പിന്നെ ഒരു ട്രാപ്പ് ഡോറുണ്ട്. അത് 2 ഉള്ളൂ. നമുക്കിനി കുറച്ചും കൂടെ ആവശ്യമുണ്ട്, എത്രയോ. അപ്പോൾ അത് ഞാൻ ഒരു ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എത്രയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ വേണം. പിന്നെ സ്ലാബ് വേണം, അത് നമുക്ക് ആവശ്യത്തിനധികം ഉണ്ട്. പിന്നെ ഫെൻസാണ്, അതും ആവശ്യത്തിനുണ്ട്. സ്റ്റെയർസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇനിയും കുറച്ചും കൂടി വേണം. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഉള്ളത് എടുത്തു വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ആവശ്യത്തിന് കളക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, ഒരു സ്പ്രൂസിൻ്റെ ട്രാപ്പ് ഡോറ്. അതും 2 ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ പേ കളക്ട് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് സാൻഡൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. വൈറ്റ് സ്റ്റെയിൻഡ് ഗ്ലാസ്സാണ് വേണ്ടത്. സോ അതൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ കുറേ ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ഇത്രയും സാധനങ്ങളും കൂടെ ആഡ് ആയിട്ടുണ്ട്. കുറച്ച് ലാഡർ, ബട്ടണ്, പിന്നെ നമുക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറേ കളക്ട് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഇവിടെ സ്പ്രൂസിൻ്റെ ആ ഒരു മരമൊക്കെ കുറച്ചും കൂടി വെളിയിലൊക്കെ നട്ടു. കാരണം പെട്ടെന്ന് വളരണം, കുറേ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വലുതാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ നട്ട് പിന്നെ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ വെട്ടി കളഞ്ഞാൽ മതി. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതായിട്ട് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സ് ആണ് വേണ്ടത്. അപ്പോൾ അത് 2-3 സ്റ്റാക്ക് വേണം. അപ്പോൾ അതും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ ഉള്ള പോലെ അല്ല ഗൈസ്, നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഗൈസ്, ഞെട്ടിക്കോ ഗൈസ്, കുറേ സാധനങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഞെട്ടാനൊന്നുമില്ല, എന്തായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, മൈൻഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റാക്കി. പിന്നെ കുറച്ച് അയൺ നമ്മളിവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെയിനും പിന്നെ കുറച്ച് ലീവ്സാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ലീവ്സ് ഉണ്ടാക്കാൻ നമുക്ക് മറ്റേ ഷിയർ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഷിയേഴ്സ് തന്നെയാണോ, ആ സാധനം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ചെയിനിൻ്റെ ആവശ്യമുണ്ട്, ലാൻഡർ തൂക്കിയിടാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. സോ അതൊക്കെ നമുക്കിനി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തെ നമ്മുടെ ആ ഒരു വുഡ് എടുത്ത കാട്ടിൽ പോയിട്ട് ആവശ്യമായ ലീവ്സ് കളക്ട് ചെയ്യാം. ഇപ്പോൾ വീണ്ടും നമ്മൾ ചെസ്റ്റ് തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ആവശ്യമായ എല്ലാ സാധനങ്ങളും സെറ്റാക്കി. ചെയിൻ ഉൾപ്പെടെ എല്ലാ ഓക്ക് ലീവ്സൊക്കെ കുറേ നമ്മളെടുത്തു. ഇനി നമുക്ക് ആവശ്യം വന്നാലേ എടുത്തുള്ളൂ. ബിക്കോസ് അത്യാവശ്യം നല്ല വലിയ ബിൽഡാണ്. അപ്പോൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ ഇരുന്ന് അത് ബിൽഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ മാക്സിമം കാണുക. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തായിട്ടാണ് ഈ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ ഇവിടെയാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.